Next one, cost of training and development. Training and development cost can be divided into one-time cost involved in creating facilities for training and development and ongoing cost involved in implementing training and development programs. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൺ ടൈം കോസ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഫെസിലിറ്റീസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ എന്താ വൺ ടൈം ആയിരിക്കും, കാരണം ബിൽഡിങ്, അതിനുള്ള ലബോറട്ടറി, ഓഫീസ്, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഫെസിലിറ്റീസ് അങ്ങനെ വൺ ടൈം എക്സ്പെൻസ് വരുന്നതാണ് ക്ലാസ് റൂം, ലബോറട്ടറി, ഓഫീസ്, എക്യുപ്മെൻറ്റ്സ്, ലബോറട്ടറി എക്യുപ്മെൻറ്റ്, ട്രെയിനിങ് ഡിവൈസ്, കമ്പ്യൂട്ടറൊക്കെ. ഇനി പേഴ്സണൽ, അതായത് നമ്മൾ ട്രെയിനറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ മാനേജേഴ്സ്, ഓഫീസ് പേഴ്സണൽ, ഇൻസ്ട്രക്ടർ, ഇതൊക്കെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇൻകർ ആവുന്നതാണ്. പിന്നെ ബുക്സ് ആൻഡ് മാഗസീൻസ്, സ്ലൈഡ്സ്, ടേപ്സ്, ഫിലിംസ്, സ്റ്റേഷനറി, ഇതൊക്കെ റെഗുലറായിട്ട് ആവുന്ന എക്സ്പെൻസ്. അപ്പോൾ വൺ ടൈം എക്സ്പെൻസോ അല്ലാതെ റെഗുലറായിട്ട് ഇൻകർ ആവുന്ന ട്രെയിനിങ് എക്സ്പെൻസും എല്ലാം നമ്മൾ അസർട്ടൈൻ ചെയ്യണം. അതാണ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ നോക്കേണ്ടത്. കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അസോസിയേറ്റ് വിത്ത് ദ ട്രെയിനിങ് റിമെയിൻ എ വേ ടു ഡിറ്റർമിൻ വെദർ ട്രെയിനിങ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്താ കോസ്റ്റും ബെനിഫിറ്റും കമ്പയർ ചെയ്യാം. അതായത് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് ആണോ കൂടുതൽ അതോ ബെനിഫിറ്റ് ആണോ? അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല, ആ പറയുന്ന ട്രെയിനിങ് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. ഇനി ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാളും കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രെയിനിങ് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, ആ ട്രെയിനിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണിത് പറയുന്നുള്ളൂ.